ഹായ് ഹലോ. ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഒന്ന് കുളത്തിൽ പോയി കുളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു വീടിൻ്റെ മുകളിൽ മയിലിരിക്കുന്നത് കാണുന്നു. അപ്പോൾ നമ്മുടെ ചെല്ലംകുളം നന്നായി നിറഞ്ഞ് ഇരിക്കുന്നുണ്ടെന്ന് കേട്ടു. ഇതിപ്പോൾ ഞാൻ വാടനാകുറിശ്ശിയാണ് ഉള്ളത്. അപ്പോൾ എന്നാൽ അവിടെ നിന്ന് പോയി ചാടി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ നല്ല മഴയൊന്നുമില്ല, പക്ഷെ നല്ല മഴയുള്ളൊരു സമയമാണ് ഇത് ഞാൻ വെക്കേഷന് പോയ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ സമയത്ത് ഒരാഗ്രഹം, മഴയുള്ള സമയത്തൊന്ന് കുളിച്ചാലോ, നല്ല കുട്ടിക്കാലത്തൊക്കെ അല്ലേ അങ്ങനെ പോയിട്ട് കുളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് തണുത്ത് വിറച്ച് കുളിക്കാമെന്ന് വിചാരിച്ച് പോവുക കേട്ടോ. അപ്പം നമ്മുടെ ചെല്ലംകുളത്തേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ മാമൻ്റെ ഒരു തൊടിയുണ്ട്, അവിടെയൊക്കെ ഒരു കിണറാണ്. അതിൽ നല്ല വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അത് അവിടെ ചക്കയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചെല്ലംകുളത്തിലേക്ക് പോയി നോക്കാം. പക്ഷേ വെള്ളത്തിൻ്റെ നിറം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചളി നിറമുണ്ട്, തെളിഞ്ഞിട്ടില്ല വെള്ളം. അപ്പോൾ കുളത്തിലെ വെള്ളം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് സാധ്യത. എന്നാലും കുഴപ്പമില്ല, അവിടെ കുളിച്ചിട്ട് പിന്നെ വീട്ടിലൊന്നൊന്ന് കുളിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുളം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ പാടത്തുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള വെള്ളം വന്ന് വീഴുന്നുള്ളതുകൊണ്ട് ആണ് വെള്ളത്തിനൊരു നിറവ്യത്യാസമുണ്ട്. വെള്ളം തെളിഞ്ഞിട്ടില്ല, തെളിയാൻ കുറച്ച് സമയമെടുക്കും. ഒരുപാട് മഴയൊക്കെ പെയ്തതിന് ശേഷമാണ് വെള്ളം തെളിയുള്ളൂ. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ അക്കരെ ഇക്കരെയൊക്കെ നീന്തുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അന്നൊന്നും അങ്ങനെ നീന്താനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം നീന്തിക്കഴിഞ്ഞാൽ ഏകദേശം ശ്വാസം മുട്ടിയിട്ട് അവിടെ മുങ്ങിപ്പോകാനാണ് സാധ്യത. അപ്പം അങ്ങനെ പാടവും തോടും കുളവും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് അല്ലേ. ഈ മഴക്കാലത്ത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് അത്, നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ നമ്മളെ പാടത്തു നിന്ന് ഇങ്ങനെ ഒരു ഒഴിഞ്ഞു പോകുന്നൊരു സ്ഥലത്തൊക്കെ പണ്ടൊക്കെ സ്കൂളിൽ പോണ സമയത്ത് കാലൊന്ന് കഴുകാൻ വേണ്ടി കാല് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ചെരുപ്പൊക്കെ ഒഴുകി പോകും കേട്ടോ. പിന്നെ ചെരുപ്പൊക്കെ എടുത്ത് സ്കൂളിലെത്തുമ്പോഴേക്കും ഒരു വഴിയാവും. ഈ വരമ്പത്തു കൂടെ ഈ പാടത്തു കൂടെ ഒക്കെയാണ് ഞങ്ങൾ ചെറിയ സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊക്കെ ഈ വഴി കൂടെ ഒരുപാട് പോയിട്ടുണ്ട്. ഇങ്ങനെ മഴയുള്ള സമയത്താണെങ്കിലും ഒക്കെ അങ്ങനെ നടന്നു പോയി കുടയൊക്കെ പിടിച്ച് കാറ്റും മഴയൊക്കെ വരുമ്പോൾ കുടയൊക്കെ മുകളിലേക്ക് പാറി പോകും കേട്ടോ. നല്ല രസമുള്ള കാര്യമായിരുന്നു അത്. ആദ്യമൊക്കെയാണെങ്കിൽ വെള്ളം കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ, കാലൊക്കെ അതിലിട്ടപ്പോൾ ചെളിയിൽ കുടുങ്ങിയിട്ടോ. അങ്ങനെ അവൻ പോയിട്ട് കുളത്തിൽ നിന്ന് അവൻ്റെ ചെരുപ്പൊക്കെ കഴുകുന്നുണ്ട്. ഞങ്ങളിവിടെ കൂർക്കാറുമ്പലാണെങ്കിൽ ഞങ്ങൾ കുളത്തിൽ കുളിക്കില്ല. അപ്പോൾ ഇവിടെ വാടനാകുറിശ്ശിയിലാണെങ്കിൽ മിക്കവാറും ആൾക്കാർ ഈ കുളത്തിൽ കുളിക്കുന്നവരായിരിക്കും കേട്ടോ. കുറച്ച് പ്രായമായവരൊക്കെ, ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് കുളിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പം ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തൊക്കെ ഈ കുളത്തിൽ കുളിച്ചിട്ടായിരുന്നു സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് അതൊരു ഭയങ്കര രസമുള്ള കാര്യം. അന്ന് തണുപ്പോ കാര്യമോ അങ്ങനെയൊന്നും വല്ലാണ്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അന്നൊരു പ്രത്യേക ആരോഗ്യം ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. എന്നിട്ട് ഒരുപാട് നടന്നിട്ടൊക്കെ സ്കൂളിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ കുട്ടികൾക്കാണെങ്കിൽ വണ്ടി കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകണവരൊക്കെ അപൂർവങ്ങളിലേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇതാ നല്ല രസമായിട്ട് നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ പാടത്ത് കൂടെ ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം.
അതിസാഹസികമായിട്ടൊന്ന് നീന്താൻ ശ്രമിച്ചതാണ് കേട്ടോ. പക്ഷെ നന്നായിട്ട് കിതയ്ക്കുക, ശ്വാസം മുട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് കോവിഡൊക്കെ വന്നതിന് ശേഷം അങ്ങനത്തെ ബുദ്ധിമുട്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ കിടക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് കേട്ടോ വന്നിരിക്കണത്. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പം വന്ന സ്ഥിതിക്ക് എന്തായാലും എന്നാൽ ഇനി എന്തെങ്കിലും ഒന്ന് എടുത്തായോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ കയ്യിൽ ഫോൺ കൊടുത്താട്ടോ. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് രസകരമായ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതിൽ കുളിച്ചിട്ട് ചൊറിയാൻ സാധ്യത ഉണ്ടോയെന്നറിയില്ല, കാരണം വെള്ളം അത്ര തെളിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ തെളിഞ്ഞ് വരുമ്പോഴേക്കിനും ഞങ്ങൾ ഇവിടുന്ന് പോവും. അപ്പോൾ ഇതെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ഇതൊന്നും എടുത്തതാണ് വീഡിയോ ഒക്കെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ പോവുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഇങ്ങനെ പോണ വഴിയൊക്കെ കണ്ടോ, നല്ല രസമുള്ള വഴികളാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള കവറ് എങ്ങാനും ശക്തമായ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണിനതിൽ ഉള്ളിലിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കവറൊക്കെ കൈ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ അയയ്ക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.